അത്ഭുതദ്വീപിന്റെ 2 വരുന്നുണ്ട്. അത്ഭുതദ്വീപ് 2 അത് സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ആ സിനിമയും കാണണം. ഏതാണെങ്കിലും കുഴപ്പമില്ല. കോഴിയാണോ കോഴിമുട്ടയാണോ എന്താണ്? ഞാൻ ഈ ചെയ്തൊന്നും അല്ല എന്നുള്ളതാണ് സംഭവം. തോൽവിയിലേക്ക് പോകാണ്ടോ ഈശ്വര. കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. എന്നിട്ടില്ല, നല്ല ഭയങ്കര. ഞാൻ ആ പാല് കുടിച്ചപ്പോ തൊട്ട് തുള്ളിച്ചാടി നടക്കുമായിരുന്നു ഇങ്ങനൊക്കെ സൗണ്ടൊക്കെ വെച്ചിട്ട്. വലത്തെ കയ്യിലും പെണ്ണുങ്ങള് ഇടത്തെ കയ്യിലും വാച്ച് കെട്ടാൻ കാരണം എന്താ? വാച്ചിന് ഇഷ്ടമായോണ്ട്. അതെങ്ങനെ? ഇത് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഒരു സൗണ്ട് വരൂലേ? അതെങ്ങനെ കോളിംഗ് ബെല്ല്? അത് ഞാൻ കോഴിക്കുഞ്ഞിന്റെ ശബ്ദം കാണിച്ചാ. പിന്നെ അല്ല, ഷൂട്ടിംഗ് ലൊക്കേഷനില് എങ്ങനെയായിരുന്നു സെറ്റ്? ഡയറക്ടർ പൊക്കോളാൻ പറയുമ്പോ മാത്രമേ ഞങ്ങള് പോവുള്ളൂ. അതുവരെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. പൂന്തേനരുവി പൂന്തേനരുവി പൂക്കളൊക്കെ വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു. കൺമണി അൻപോട് കാതലൻ നാനെഴുതും കഴുതമേ പൊന്മണി ഉൻവീട്ടിൽ സൗഖ്യമാ നാനെன்று സൗഖ്യമേ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെൽക്കം ടു മാച്ച് ഫുഡ് വിത്ത് മാളൂട്ടി ഇൻ മൈൽസ്റ്റോൺ മേക്കേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം ടു മാച്ച് ഫുഡ് വിത്ത് മാളൂട്ടി. പക്കുർഷേട്ടാ നമസ്കാരം. അപ്പം വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കണം. എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. പക്കുർഷേട്ടനുള്ള കുഞ്ഞി ബേബി ഇല്ലേ, ആ ബേബി എന്താ ചെയ്യുന്നേ? ബേബി ഇപ്പൊ വന്ന് എന്നെ കടിക്കുക. ചുമ്മാ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഓടി വന്നിട്ട് കൈക്കൊക്കെ കടിക്കുക, ഓടി നടക്കുക, ടോയ്സും കൊണ്ട് വരിക, ഇടയ്ക്ക് കരയുക. ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ. അപ്പൊ ബേബിന്റെ കൂടെ കളിക്കാറുണ്ടോ പക്കുർച്ചേട്ടൻ? സമയം കിട്ടുമ്പോഴൊക്കെ കളിക്കാറുണ്ട്. അപ്പൊ പക്കുർച്ചേട്ടാ പോകുമ്പോ ബേബി കരയോ? എന്താന്ന് വെച്ചാ ഞാൻ എന്റെ അബ്ബ പോകുമ്പോ കരയോ, അതുകൊണ്ടാ. കരയൂല, എന്റെ കൂടെ വരുവാ. റെഡി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ടാറ്റ തന്നിട്ട് ഞാൻ വണ്ടി കയറി പോകും പറ്റിച്ചിട്ട്. ഇനി അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തിട്ട് കരഞ്ഞാലേ ഇനി വരുമ്പോഴില്ലേ എന്തെങ്കിലും സർപ്രൈസ് വാങ്ങി കൊണ്ടുവന്നാ മതി. അപ്പൊ ബേബിക്ക് സന്തോഷായിക്കോളും. അത് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ബേബി തീരെ ചെറിയ ബേബിയാ, 1 year ഓൾഡാ. അപ്പം പെട്ടെന്ന് കുഞ്ഞു ടോയ്സ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ പക്കുർച്ചേട്ടാ. പക്കുർച്ചേട്ടന് എന്താ പറയാ, ഈ പക്കുർച്ചേട്ടൻ പുതിയൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? അപ്പൊ ആ സിനിമയുടെ പേരെന്താ? ആ സിനിമയുടെ പേരാണ് കുടുംബശ്രീയും. ആ സിനിമയുടെ പേരാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും. അപ്പൊ അത് കുഞ്ഞാട്ടുംകുട്ടി ഉണ്ടോ? ഇല്ല, കുഞ്ഞാട്ടുംകുട്ടിയാണ് ഞാൻ. ആണോ? അപ്പൊ ആ കുഞ്ഞാട്ടുംകുട്ടിയില്ലേ നല്ലോണം അഭിനയിക്കോ? ആട്ടുകുട്ടി എന്നെ അഭിനയിക്കാതാ. അത് പുല്ല് തിന്നും, പിന്നെ എന്തെങ്കിലുമൊക്കെ കളിച്ചും തുള്ളിച്ചാടിയൊക്കെ നടക്കും. ആട്ടുകുട്ടിയെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആണോ? പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് സിനിമയില്? ആ സിനിമയില് ധ്യാൻ ചേട്ടനുണ്ട്. ധ്യാൻ ചേട്ടനാണ് നായകൻ. ആണ്, എനിക്ക് ധ്യാൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടാണല്ലേ? പിന്നെ ജാഫർക്കയുണ്ട്, ഷാജോൺ ചേട്ടനുണ്ട്, പിന്നെ ബെന്നി പീറ്റർ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്, പിന്നെ ലിച്ചി ചേച്ചിയുണ്ട്, സ്നേഹ ചേച്ചിയുണ്ട്. ആടിന്റെ പാൽ ഇഷ്ടാണോ? അല്ല, ആടിന്റെ പാൽ ഇഷ്ടാണോ? ആടിന്റെ പാൽ ഇഷ്ടമാണ്. ഇഷ്ടമാണോ ആടിന്റെ പാല്? എനിക്ക് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. എന്നിട്ടില്ല, നല്ല ഭയങ്കര. ഞാൻ ആ പാല് കുടിച്ചപ്പോ തൊട്ട് തുള്ളിച്ചാടി നടക്കുമായിരുന്നു ഇങ്ങനൊക്കെ സൗണ്ടൊക്കെ വെച്ചിട്ട്. എനിക്ക് പാല് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ കുടിക്കാറില്ല. കുട്ടിക്കാലത്താണോ കുടിച്ചോണ്ടിരുന്നേ? വലുതായി കഴിഞ്ഞിട്ട് കുടിക്കാറില്ലേ? വലുതായിട്ട് അങ്ങനെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല ആട്ടുംപാല്.
ഞാൻ കുടിച്ചിട്ട് എൻ്റെ മസിലൊക്കെ കണ്ടോ ഉണ്ടായിരിക്കുന്നത്. അത്ഭുതത്തിൽ വലിയ മസിൽ കണ്ടായിരുന്നോ? അതൊക്കെ എങ്ങനെ പാൽ കുടിക്കണം എന്നാലേ മസിൽ വരുള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പാൽ ചായ കുടിക്കും. ചായ കുടിക്കണം. എത്ര ചായ കുടിക്കും രാവിലെ? ഞാനിപ്പോ പാലിപ്പോ കുറച്ച്, എത്ര ചായ എന്ന് വെച്ചാല് ഒരു കപ്പൊക്കെ കുടിക്കും. എല്ലാം ഇങ്ങനെ ആലോചിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെന്താന്ന് വെച്ചാല് എനിക്കിങ്ങനെ എന്താ വെച്ചാല് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളൂ. പിന്നല്ലേ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഏത് പടം അറിയോ കണ്ടേ? ഏത് പടം കണ്ടേ? മറ്റേ മൈ ബിഗ് ഫാദർ കണ്ടേ. അതിൽ കുഞ്ഞാവിനെ പോലെ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു. അത് കഴിഞ്ഞും സിനിമയിലൊക്കെ അഭിനയിച്ചു. അതൊന്നും കണ്ടില്ലല്ലേ? കണ്ടിട്ടൊക്കെ ഉണ്ട്. ബിഗ് ഫാദർ ഇഷ്ടപ്പെട്ടോ? അതില് പക്ഷേട്ടൻ കുഞ്ഞാവിനൊക്കെ പോലെ അഭിനയിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഒന്ന് അഭിനയിക്കോ? അതിന്റെ പോലെ അഭിനയിക്കാനായിട്ട് മതിയോ? ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കിനും അഭിനയിക്കുന്നത്. താങ്ക് യു. എനിക്കാണ് അഭിനയം വന്നിരിക്കുക. മാളൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ, അതിലെ ആക്സിഡന്റ് സീനിൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നോ? കഴിച്ചോടാ, അത് അഭിനയിച്ചല്ലേ, അഭിനയല്ലേ അത്. സങ്കടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് കൊച്ചുകുട്ടികൾ സങ്കടപ്പെടുമ്പോൾ വിഷമമാണ്. അവർ സങ്കടപ്പെടാൻ പാടില്ല. അവർ ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും ചിരിച്ച് കളിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കൊച്ചുകുട്ടികള്. ഞാൻ കൊറേ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഞാൻ കാര്യം ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കാന്നല്ലേ വിചാരിക്കണത്? അല്ല, പിന്നെ ടാസ്ക് ഉണ്ട്. എന്റെ ദൈവമേ, ടാസ്ക് ഉണ്ടോ? ടാസ്കുമായിട്ടാണ് എനിക്ക് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. എന്താ ടാസ്ക്? കുസൃതി ചോദ്യങ്ങൾ. ഈശ്വരാ, ചേട്ടന് ഒട്ടും അറിയാത്തൊരു കാര്യമാണല്ലോ കുസൃതി ചോദ്യങ്ങൾ. എനിക്ക് ക്ലൂ തരുവോ? സപ്പോർട്ട് ചെയ്യുവോ? ക്ലൂ ഞാൻ അപ്പൊ എന്തെങ്കിലും ക്ലൂ കിട്ടുകയാണെങ്കിൽ അത് തരാം. കുസൃതി ചോദ്യം നമ്മൾ ആലോചിച്ച സമയം കളയണ്ടല്ലോ. ക്ലൂ തന്നാ പിടിക്കാലോ. കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ, അതില് ആലോചിക്കണം. എത്ര കുസൃതി ചോദ്യമായിട്ടാ വന്നേക്കുന്നത്? കുറച്ചുണ്ടല്ലേ? 1-2 എണ്ണം പോരെ? ആദ്യത്തെ 2 എണ്ണം ചോദിക്കുമ്പോ തന്നെ ചേട്ടന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവും. പിന്നെ ചോദിക്കേണ്ടി വരില്ല. കുറച്ച് ചോദിക്കണം. എന്നാ ചോദിച്ചോ. ചോദിക്കേണ്ടി വരും എന്തായാലും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങള് വലത്തെ കയ്യിലും പെണ്ണുങ്ങള് ഇടത്തെ കയ്യിലും വാച്ച് ഇടാൻ കാരണം എന്താ? ആണുങ്ങള് വലത്തെ കയ്യിലും പെണ്ണുങ്ങള് ഇടത്തെ കയ്യിലും വാച്ച് ഇടാൻ കാരണം എന്താ? വാച്ചിന് ഇഷ്ടമായോണ്ട്. വാച്ചിന് ഇഷ്ടം ആണുങ്ങളുടെ കയ്യില് വലത്തെ കയ്യിലും പെൺകുട്ടികളുടെ ഇടത്തെ കയ്യിലും പോകാനാണ്. അതുകൊണ്ടാണോ? പിന്നെന്താ? ഇത് ട്രൈ ചെയ്യ. ഞാൻ ട്രൈ ചെയ്യുന്നില്ല, പറഞ്ഞു. എന്താ? അപ്പൊ തോറ്റു. ഒന്നാലൊന്നും കൂടെ ഒന്ന് ആലോചിച്ചോക്ക്. സാരല്ലേ, മാളൂട്ടിയുടെ അടുത്തല്ലേ തോക്കുന്നത്. ആണുങ്ങൾ വലത്തെ കയ്യിലും പെൺകുട്ടികൾ ഇടത്തെ കയ്യിലും വാച്ച് കിട്ടുന്നത് എന്തുകൊണ്ടാ? പറഞ്ഞേ. സമയം നോക്കാൻ. എന്തുകൊണ്ടാന്നോ? സമയം നോക്കാൻ. എന്തിനാന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഇതിൽ കിട്ടിയില്ലേ, ഇനി ഇതിനും കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടാണ്. ഈസി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല, പിന്നെയാണോ ടഫ്? പറഞ്ഞോ. ഞാൻ പറയട്ടെ. അല്ല, ഈ നമ്മളുടെ ഏതാന്ന് വെച്ചാൽ ടഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആലോചിച്ചിട്ടോ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലായില്ലേ? അതിനനുസരിച്ചിട്ടുള്ളത് തരാമോ? ഞാൻ നോക്കട്ടെ. ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത് എന്ത്? കണ്ണാടി ആണോ? യെസ്. അപ്പൊ ഈ ഒരു ലെവലിലുള്ള സാധനങ്ങൾ പോരട്ടെ. എളുപ്പമാണോ? ഇത് ഓക്കെയാണ്, കുഴപ്പമില്ല. എനിക്ക് എങ്ങനത്തെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ പറ്റുന്നതാണോ ഇല്ലെന്നൊക്കെ അറിയില്ല. ഞാൻ അടുത്തത് ചോദിക്കട്ടെ. ഒരു ബക്കറ്റിൽ നിറച്ചു വെള്ളമുണ്ട്, പക്ഷെ ഒരു ബക്കറ്റിൽ ഓട്ടുണ്ട്, പക്ഷെ വെള്ളം പോകുന്നില്ല. എങ്ങനെ? ബക്കറ്റിൽ വെള്ളമുണ്ടല്ലേ ഇരിക്കുന്നത്. ഇത് കറക്റ്റ് ഉത്തരം 2 എണ്ണത്തിൽ പറഞ്ഞു. ഒരെണ്ണത്തിനും കൂടെ പറഞ്ഞാല് ജയിക്കും. അപ്പൊ ഇതുവരെ ഞാൻ തോറ്റു നിൽക്കുക. ഇതല്ല, ഇപ്പം ഒരെണ്ണത്തിൽ തോറ്റും 2 എണ്ണത്തിൽ ജയിച്ചു. അപ്പം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ജയിക്കും. വെരി ഗുഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയോ? നമ്മൾ ഈ കലണ്ടറിന്റെ നടുവിലുള്ള ഫ്രൂട്ട്. കലണ്ടറിന്റെ നടുവിലുള്ള കലണ്ടർ. ഡേറ്റ്സ്.
ഇതിന്റെ ഗിഫ്റ്റ് ഞാൻ ഇപ്പോഴല്ല അത് തരുന്നത്. എനിക്ക് ഇപ്പൊ തരണം, അല്ലെങ്കിൽ എനിക്ക് വിഷമായി പോകും. ഞാൻ കരയും ഇവിടെ കിടന്ന് ബഹളം വെക്കും. ഞാൻ പറഞ്ഞില്ല ഞാൻ കുഞ്ഞാടാണെന്ന്. ആടിന് ഗിഫ്റ്റ് കിട്ടിയിട്ട് ഭയങ്കരമായിരിക്കും, വിഷമിച്ച് സങ്കടപ്പെടും. എവിടെ ഗിഫ്റ്റ് താ? ഗിഫ്റ്റ് അങ്ങനെയല്ല. പിന്നെ കഴിക്കട്ടെ. ഇപ്പൊ വിളിച്ചു വരുത്തി ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ? ഗിഫ്റ്റ് ഒരു വലിയ ഗിഫ്റ്റ്, അത് ഞാൻ പരിപാടി കഴിയുമ്പോ അങ്ങോട്ട് അയച്ചു തരും. ആ അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ കുറെ ഇങ്ങനെ എനിക്ക് ഗിഫ്റ്റ് തരാന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറ്റിച്ചിട്ടുള്ള ഒരാളാ ഞാൻ. അത് വേണ്ടായിരുന്നു. ഒരു പാട്ട് പാടട്ടെ ഞാൻ. ആ അതാണോ ഗിഫ്റ്റ്? അതല്ല ഗിഫ്റ്റ്. പക്ഷെ എന്നാലും സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ട് പാടാം. ഇപ്പൊ ഞാൻ വിഷമിച്ചിരിക്കാന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്റെ വിഷമം മാറ്റാൻ ഒരു പാട്ടല്ലേ? ആ ശരി, എന്നാ ആയിക്കോട്ടെ, ഞാൻ കേൾക്കാം. ഏത് പാടും? കൺമണി അൻപോട് കാതലൻ நான் எழுதும் கழுதமே பொன்மணி உன் வீட்டு சௌக்கியமா நான் என்று சௌக்கியமே அது எண்ணி பார்க்கையில் கவிதை கொட்டுது அது எழுத நினைக்கையில் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. ആ ഇത് ഏത് സിനിമയിലെ പാട്ടാ? ഇതേത് സിനിമയിലെ പാട്ടാന്ന് പറയും? സിനിമ എന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഞാൻ കണ്ടിരിക്കട്ടെ. കുറച്ച് മിമിക്രി ചെയ്യോ? ഞാനോ? ഞാൻ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു, ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. ഞാനിപ്പോ ചെയ്യണോ മിമിക്രിയോ? എന്ത് മിമിക്രിയാ വേണ്ടേ? ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും പറഞ്ഞ എന്തായാലും ചെയ്യണം. എന്തിന്റെ ശബ്ദമാ? എന്തിനെങ്കിലും മതി. ഏതാണെങ്കിലും കുഴപ്പമില്ല. കോഴിയാണോ കോഴിമുട്ടയാണോ എന്താണ്? ഞാൻ ചെയ്തൊന്നും അല്ല എന്നുള്ളതാണ് സംഭവം. തോൽവിയിലേക്ക് പോകാണ്ടോ ഈശ്വര? അല്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഏതാണെങ്കിലും കുഴപ്പമില്ല, പറ്റിയെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും പാടിയാ മതി, ചെയ്താ മതി. ഒരെണ്ണം പാടിയാ മതി? പാടില്ല, ചെയ്താ മതി. ചെയ്താ മതി. ചെയ്യാം, ഞാനിത് കഴിഞ്ഞ് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നമ്മൾ മാറി നിന്നിട്ട് കുറെ ഐറ്റംസ് ഞാൻ ചെയ്യാം. ആ ഇനി എന്താ എന്നോട് ചോദിക്കാനുള്ളത്? ഈ സിനിമയെ പറ്റി ഒന്ന് ചോദിച്ചേ. ഈ സിനിമയെ കുറിച്ച് ചോദിക്കാനല്ലേ വന്നത്? എന്നിട്ട് എന്തെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നേ? ഞാനോ? ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അല്ല, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു സെറ്റ്? ഡയറക്ടർ പൊക്കോളാൻ പറയുമ്പോൾ മാത്രമേ ഞങ്ങൾ പോവുള്ളൂ. അതുവരെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു, അഭിനയിക്കുക. മഹേഷ് അങ്കിൾ എന്നാണ് ഈ സിനിമയുടെ ഡയറക്ടറുടെ പേര്, മഹേഷ്. അപ്പൊ അങ്കിള് പറഞ്ഞിരുന്ന പോലൊക്കെ ചേട്ടൻ അഭിനയിക്കും. ഞാനും ഒരു സിനിമയിൽ അഭിനയിച്ചു. ഏത് സിനിമയിൽ അഭിനയിച്ചത്? മാൽവില്ലൻ ഗോത്രങ്ങൾ. അത് കണ്ടോ? അയ്യോ, ആ സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അതിങ്ങനെ ഫോണിലൊക്കെ വരുമ്പോ അത് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അത് ഞാൻ പറയും. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? അടുത്ത ചോദ്യം. അത് കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അതാണ് ഞാനിപ്പോ വളരെ ഫ്രീ ആയിട്ട് അയ്യോ അത്രയോ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞല്ലോ എന്ന് വെച്ചിരിക്കുകയാണ്. ഞാൻ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു ആങ്കറാണ് ഇരിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ. അന്നേരം ഞാൻ ചോദിച്ചു ആരാണ്? അപ്പോൾ പറഞ്ഞു മറ്റേ മാളു എന്ന് പറയുന്നൊരു കുട്ടി. ഞാൻ ചോദിച്ചു മാളു അതേതാ? അന്നേരം ആ ആളെന്നോട് പറയാ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? അപ്പം എനിക്ക് പിടി കിട്ടിയ ആളെ സ്ഥിരമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന ആളല്ലേ? ചോദ്യം ചോദിക്കും സ്ഥിരമായിട്ട്. അല്ല, ഉത്തരം പറയാൻ എന്റെ വേണ്ടി വേറെ ഇങ്ങോട്ടും മാറ്റുണ്ട്. എന്തായാലും ഉത്തരം പറയണം. കോഴിമുട്ട. കോഴിമുട്ടയോ? അല്ല, പിന്നെ കോഴി. കോഴിയോ? കോഴിയല്ലേ? അതെങ്ങനെയാ കോഴിയാവണേ? അത് കോഴിയല്ലേ അതുണ്ടാവുക? ഇല്ല, കോഴി എങ്ങനെയാ ആദ്യം ഉണ്ടായത്? കോഴി എങ്ങനെയാ ആദ്യം ഉണ്ടാവുന്നത്? അപ്പൊ മുട്ട ഇല്ലാതെ ഉണ്ടായത്? മുട്ട എങ്ങനെ ഉണ്ടാവും? മുട്ട ഉണ്ടാവുന്നത് കോഴി വെച്ചിട്ടാണ്. അപ്പം മുട്ട ഉണ്ടാകുന്നത് കോഴിനെ വെച്ചല്ലേ? അപ്പൊ ആദ്യം ഉണ്ടാവുന്നത് കോഴി അല്ലെന്ന്. മുട്ട വിരിഞ്ഞല്ലേ കോഴി ഉണ്ടാവുന്നത്. അപ്പൊ മുട്ട ആരുണ്ടാക്കും വിരിയാൻ വേണ്ടി? മുട്ട ആരുണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നാലല്ലേ കോഴി ഉണ്ടാവുള്ളൂ. അല്ല, ആദ്യം ഉണ്ടാക്കുന്നത് എന്നാലും എന്റെ വിചാരത്തിൽ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു കോഴിയാണ് ഉണ്ടാവുന്നത്. എന്റെ വിചാരത്തിൽ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു മുട്ടയാണ്.
എന്നാലേ കോഴി വരുള്ളൂ. ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമ്മൾ തർക്കിക്കുന്ന അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് അതവിടെ ഒരു സമസ്യയായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ കിടക്കട്ടെ, പ്രേക്ഷകർ പറയട്ടെ അല്ലേ. അവ മിമിക്രി ചെയ്തില്ല. ഇത് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഒരു സൗണ്ട് വരൂലേ? അതെങ്ങനെ കോളിംഗ് ബെല്ലെന്ന് വെച്ചാ? അത് അല്ല, വിസലടി. ഞാൻ കോഴിക്കുഞ്ഞിന്റെ ശബ്ദം കാണിച്ചാ? ആ പിന്നെ വേറെ കാണിക്കേ. എന്റെ ദൈവം, ഇനി വേറെ കാണിക്കാനോ? എന്നാ വേറൊരു മിമിക്രി കാണിച്ചേ, മോളൊരു മിമിക്രി കാണിച്ചേ. ഞാൻ പാട്ട് കേട്ടു, മിമിക്രി ചെയ്യുമെന്ന് എനിക്കറിയണം. പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു നടന്റെ ശബ്ദം പറഞ്ഞേ, ഏതെങ്കിലും നടന്മാരെ അനുകരിക്കുമോ? നടന്റെ ശബ്ദം ഇഷ്ടം പോലെ ഉണ്ടോ? അതല്ല, എനിക്ക് അങ്ങനെ ശബ്ദങ്ങൾ ചെയ്യാനൊന്നും അറിയില്ല. ആകെ എനിക്ക് അറിയുന്നത് ട്രെയിൻ അറിയാം. ഓ, ഞാൻ കുറെ ട്രെയിനും കൊണ്ട് നടന്ന ആളാ. ട്രെയിൻ അറിയാല്ലേ? എന്നാ ട്രെയിനിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു. ഓക്കെ. നല്ല രസമുണ്ടായിരുന്നു. അതിന് മുമ്പ് ട്രെയിൻ കൂവില്ലേ? അതൊക്കെ വേണം. ആ ശരി. അപ്പൊ എന്നെ റെയിൽവേയിൽ എടുത്തോ? ഞാൻ റെയിൽവേ കൊണ്ട് കുറെ നാൾ നടന്നതാ. മതിയോ? ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഞാൻ കണ്ടിരിക്കട്ടെ, എന്റെ കൂടെയുള്ള ഇന്റർവ്യൂ ഒക്കെ ഇഷ്ടമായോ? ഇത്രയും പേടിച്ച് ഞാനൊരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടില്ല. അതുപോലെ ഇത്രയും വലിയൊരാളുമായിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു, നല്ല ചോദ്യങ്ങൾ. ഞാൻ വിചാരിച്ചു മാളു വരുമ്പം എന്തൊക്കെയായിരിക്കും എന്നോട് ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ച് ടെൻഷനായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ വലിയ കുട്ടികൾ ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചില്ലേ മോളു? കാര്യം ചോദിക്കട്ടെ, ഈ പകുഷേട്ടന് ഈ സിനിമയില് എങ്ങനത്തെ ക്യാരക്ടർ റോളായിരുന്നു? ഈ സിനിമയിലോ? ഈ സിനിമയില് ധ്യാൻ ചേട്ടനില്ലേ, ഈ സിനിമയിലെ നായകൻ, ചേട്ടന്റെ കൂട്ടുകാരനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഇനിയിപ്പോൾ അടുത്ത് വേറൊരു സിനിമ വരുവാണെങ്കിൽ എൻ്റെ കൂട്ടുകാരിയായിട്ട് അഭിനയിക്കാൻ വരുമോ? നമുക്ക് ഒരുമിച്ച് ഒരു LKG സ്റ്റുഡൻസ് ആയിട്ട് പോയിട്ട് സ്കൂളിൽ പോയിരിക്കുന്നതൊക്കെ അഭിനയിച്ച് എങ്ങനെ ഉണ്ടാവും? എൻ്റെ നായികയായിട്ട് അഭിനയിക്കാൻ വിളിച്ചാൽ വരുമോ? വരുമോ? വരുമല്ലേ? ഡാൻസ് ഒക്കെ അറിയാവോ? അങ്ങനെയാണോ? ഓക്കെ. ഇപ്പം ഞാൻ ആകെ ഇമ്പ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. പാട്ട് കേട്ടു, മിമിക്രി കേട്ടു, ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടു. ഒരു നായികയാവാനുള്ള എല്ലാ കപ്പാസിറ്റിയുള്ളൊരു കുട്ടിയാണ്. ഈ സിനിമയിൽ പാട്ടും ഇതൊക്കെ ഉണ്ടോ? പാട്ടുണ്ട്. ഈ സിനിമയിൽ 2 പാട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടാണ്, ഇഷ്ടപ്പെടും മോൾക്ക്. ഒരു പാട്ട് പാടുന്നാൽ ഈ സിനിമയിലുള്ള ഏതെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പാട്ട് പാടും. അപ്പൊ ഇവര് സിനിമ കാണണ്ടെന്ന് തീരുമാനിക്കും? ഇല്ല. ആ ചേട്ടനെ ഈ സിനിമയിലെ പാട്ട് ചേട്ടന് പാടാൻ അറിയില്ലല്ലോ. ഈ സിനിമയത്തെ അല്ല, വേറെ ഏതെങ്കിലും സിനിമയത്തെ പാട്ട് പഠിക്കാം. അത് ശരിയാണല്ലോ. മോക്ക് വേണ്ടി ഏത് പാട്ടാ പാടിത്തരാൻ? ഏതെങ്കിലും പാടിയാ മതി. പൂന്തേനരുവി പൂന്തേനരുവി പൂക്കളൊക്കെ വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു മതിയോ? സൂപ്പർ. ദൈവമേ, താങ്ക് യു. അപ്പൊ ഇനി എന്തെങ്കിലും ടാസ്ക് വേണമെന്നുണ്ടോ? ഇന്ന് ഇവിടെ നിന്ന് ഓടിക്കാമോ? ഓടിക്കേ? അല്ല, ഏതെങ്കിലും ഒരു ടാസ്കോ? ഇനി എനിക്ക് ടാസ്കോ? വേണമെങ്കിൽ. ഇത്രയും ടാസ്ക് തന്നിട്ട് എന്നോടൊരു കരുണയില്ലേ? വേണമെങ്കിൽ. ഇഷ്ടം പോലെ ടാസ്ക് എനിക്ക് തന്നല്ലോ. ഇനിയും ടാസ്ക് ഇരിക്കുകയാണ്. അൺലിമിറ്റഡ് ടാസ്ക് ആണോ കയ്യില്? ഏതാണ്? എന്നാലും വേണ്ടത് വേണമെന്ന് പറ. നമ്മളെന്ന് ചാനലിൽ കാണാറില്ലേ, കോമഡി മാസ്റ്റേഴ്സിൽ? ഈ ഷർട്ടും പാന്റും ഒക്കെ എവിടുന്നാ വാങ്ങിക്കുന്നത്? ഈ ഷർട്ടും പാന്റും ഒക്കെ ചില ഷർട്ട് തയ്ക്കും. ഈ ഷർട്ട് ലണ്ടൻ ക്ലാസിക്. ലണ്ടൻ ക്ലാസിക് ഷർട്ട്സ് കമ്പനിയുടെ ഷർട്ടാണ്. അപ്പൊ ഈ ഗ്ലാസ് എവിടുന്നാ വാങ്ങിക്കുന്നത്? ഗ്ലാസ് വാങ്ങിക്കുന്നത് ഈ സ്പെക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കും. അതൊക്കെ അളവിന് കിട്ടും. ആ ചോദ്യത്തിനകത്ത് ഇതെനിക്ക് മനസ്സിലായി. എനിക്ക് പറ്റുന്ന സാധനമൊക്കെ കിട്ടുമെന്നല്ലേ അങ്കിളിന് പറ്റുന്നത്? ഇത് ചോദ്യമല്ല, ചുമ്മാ ക്യാഷ് ടോക്ക്. ഷൂ ഷോപ്പിൽ നിന്ന് പാൻസ് തയ്ക്കും, ഇതൊക്കെ ഉണ്ടാക്കും. ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും? ഇതിനൊക്കെ കുറച്ച് പൈസ വേണ്ടി വരും.
ഓക്കെ. ഒരു 1000 രൂപയ്ക്ക് അങ്ങനെ. ഇതൊക്കെ ആരാ വാങ്ങിക്കുന്നേ? ഇതൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നേന്ന് പറ. ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന ചേട്ടൻ തന്നെ സെലക്ട് ചെയ്യും. ഓക്കെ. കൊള്ളാം എൻ്റെ സെലക്ഷൻ. സൂപ്പറാ. ഇഷ്ടമായോ? സൂപ്പർ. താങ്ക് യു. മോളുടെ സെലക്ഷനൊക്കെ ആരാ? എന്റെ സെലക്ഷനൊക്കെ എന്റെ മമ്മ തന്നെ. അമ്മ തന്നെയാണ്. ചിലതൊക്കെ ഞാൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യും. രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്യും. ആഹാ. പിന്നെ ഇഷ്ടായോ എന്റെ ഇന്റർവ്യൂ? ഓ, എനിക്കും ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ആണോ? ആ. ഈ സിനിമന്റെ കഥ പറയോ? സിനിമേൻ്റെ കഥ ഫുള്ള് പറയണോ അതോ കുറച്ച് പറഞ്ഞാൽ മതിയോ? കുറച്ച് മതി. കുറച്ച് മതി. ചേട്ടൻ ഈ സിനിമയിൽ ഡ്രം കൊട്ടുന്ന ആളാണ്. ഡ്രമ്മാ? കോങ്കോ ഡ്രം. ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി. ആ. നേരെ കുഞ്ഞാടാ എന്ന് പറഞ്ഞു. അത് ചുമ്മാ തമാശയ്ക്ക് ആദ്യം പറഞ്ഞല്ലേ. ആ, കോമഡി ആയിട്ട് പറഞ്ഞ. അപ്പൊ ഇത് ശരിക്കും കുഞ്ഞാട്ടുണ്ടോ? ഇതിനകത്തൊരു കുഞ്ഞാട് കാണുമായിരിക്കും. നമുക്ക് സിനിമ കാണുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ഓക്കെ. ആ ഉണ്ണിയും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള അവരുടെ എന്താ പറയുക രസാവഹമായ ജീവിതത്തിൻ്റെ കഥയാണ് ഈ സിനിമ. എന്തുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം? എന്തുകൊണ്ടോ? സിനിമ കാണുന്നത് ഇങ്ങനെ ഒരു സിനിമ ഇറക്കുമ്പോൾ എല്ലാവരും കണ്ടാലല്ലേ സിനിമ വിജയിക്കുള്ളൂ. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് എന്താ പറയുന്ന കുട്ടികളെയൊക്കെ രസിപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊരു ഫാമിലി മൂവിയാണോ? ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവിയാണ്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. അതെ. സിനിമ കണ്ടു കഴിയുമ്പോൾ മോള് പറയണം അഭിപ്രായം എങ്ങനെയുണ്ട്. എന്റെ സിനിമ കണ്ടിട്ടും പറയണം. ഞാൻ പറയും, ഉറപ്പായിട്ടും ഞാൻ പറയും. ഓക്കെ. ഓക്കെ. അതില് എനിക്ക് ടിക്കറ്റ് തരുമോ? തീർച്ചയായിട്ടും തരും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ സിനിമയിൽ ശ്രദ്ധിച്ചിരുന്ന് കാണണം, എന്നാലും എന്നെ കാണുള്ളൂ. ഒരു ചെറിയ സീനേ ഉള്ളൂ. ഞാൻ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്റെ അത് തന്നെ ഈ സിനിമയിൽ എന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇരുട്ടത്തൊക്കെ വരുന്നുണ്ട് ചേട്ടൻ. വേറെ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ധ്യാൻ ചേട്ടൻ അല്ലാണ്ട്? ധ്യാൻ ചേട്ടൻ അല്ലാതെ ജാഫർക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഷാജോൻ ചേട്ടനുണ്ട്. പിന്നെ സ്നേഹ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. പിന്നെ ബെന്നി പീറ്റർ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. ലിച്ചിയുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഈ പടത്തിൽ. അപ്പൊ കൊറേ ക്യാരക്ടർ ഉണ്ട് അല്ലേ? ക്യാരക്ടർ ഉണ്ട്. ചേട്ടന് ഇഷ്ടായിരുന്നോ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ? നല്ല രസമായിരുന്നു. പിന്നെ നല്ല ഇഷ്ടമായി. സ്റ്റേജ് നല്ല പാട്ടുകളുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല ഇഷ്ടമായി. എന്നിട്ട് എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഫുഡൊക്കെ നല്ലായിരുന്നു. ലൊക്കേഷൻ ഫുഡ് കുഴപ്പമില്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഒഴിവ് സമയങ്ങളൊക്കെ ചേട്ടാ ഫുഡ് അടിക്കുമായിരുന്നു. ഇതിലാരാ നായിക? ഇതിൽ നായിക സ്നേഹ, പിന്നെ ലിച്ചി, 2 പേരുണ്ട്. ലിച്ചി ചേച്ചി. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ ആരുമില്ല. വേറെ കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. ചേട്ടന്റെ നായികനെ പറ്റി പറയൂ. പക്കൂർ ചേട്ടന്റെ ഈ സിനിമയിലോ? ഈ സിനിമയിൽ ഇല്ല ചേട്ടൻ നായിക. അപ്പൊ ചേട്ടൻ അടുത്ത നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നുണ്ട്. ആ സിനിമയുടെ പേരാണ് 916 കുഞ്ഞൂട്ടൻ. അതിൽ ചേട്ടൻ നായികയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്ഭുതദ്വീപിന്റെ 2 വരുന്നുണ്ട്. അത്ഭുതദ്വീപ് 2 അത് സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ആ സിനിമയും കാണണം. അപ്പൊ അങ്ങനെ 2-3 സിനിമകൾ വരുന്നുണ്ട് ചേട്ടന്റെ. അതിലാരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ണി മുകുന്ദൻ ചേട്ടനുണ്ട്. അദ്ദേഹമാണ് നായകൻ. പിന്നെ വേറെ കുറെ ആർട്ടിസ്റ്റുകൾ ചേട്ടനെ പോലുള്ളവര് അവരെല്ലാരും ഉണ്ട്. ഒരുപാട് പേര്. വിനയൻ സാർ തന്നെയാ. സൂപ്പർ ആയിരിക്കണമല്ലോ. എനിക്ക് സ്വന്തം നായികനെ പറ്റി പറ. ഏത് 916 കുഞ്ഞൂട്ടിലെ നായികയാണോ? അല്ല, സ്വന്തം നായിക എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ. ലൈഫിലെ നായിക 2 മക്കളെ നോക്കി വീട്ടിലിരിക്കുന്നു. അപ്പൊ ചേച്ചിയോടൊക്കെ അന്വേഷണം പറയട്ടോ. ഉറപ്പായിട്ടും പറയും. ചേച്ചിക്കും എൻ്റെ മോൾക്കും ഒക്കെ മോളെ ഭയങ്കര ഇഷ്ടമാണ്. മോളുടെ റീൽസ് ഒക്കെ ചിലത് കാണാറുണ്ട്. നോക്ക്, കണ്ടില്ലേ നല്ല ക്യൂട്ടായൊരു കുട്ടിയല്ലേ ചെയ്യുന്നത് എന്ന് പറയും. പിന്നെ നമ്മുടെ ഷോ എപ്പിസോഡ് വരുമ്പോൾ അവർ കാണും. മോള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മിടുക്കി കലാകാരിയാണ്. പിന്നെ ലാലങ്കിളിനോട് പോയി വർത്താനം പറയുന്നൊക്കെ കണ്ടു റീലായിട്ട്. പിന്നെ ഭയങ്കര ഫേമസ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെയുള്ള വിശേഷം എന്ന് പറയുന്നത് തമിഴ് സിനിമ വരാനുണ്ട്. തമിഴ് 2 പടം വരാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ
ചേട്ടൻ്റെ വേറെ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പം എന്റെ ഇന്റർവ്യൂ ഇഷ്ടമായി. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കുക. എന്താന്ന് വെച്ചാല് ഇങ്ങനെ ചെല്ലുന്തോറും പോകെ ഇന്റർവ്യൂ ഇഷ്ടമായി വരുക. ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ കാര്യം ചെയ്യിക്കട്ടെ. ഇനി ടാസ്ക് വേണോന്ന് നിങ്ങളുടെ ഒന്ന് പറയും ആലോചിച്ചിട്ട്. ഇനി എനിക്ക് ടാസ്ക് വേണ്ട, താങ്ങാനുള്ള ഇതില്ല അങ്കിളിന്. ചേട്ടന് ടാസ്ക് വേണ്ട, പാവല്ലേ. പിന്നെ ഒരാള് ഇത്രയും ടാസ്ക് മേടിച്ച ആൾ ആരും ഉണ്ടാവില്ല ഇന്റർവ്യൂല്. എന്തോരം ടാസ്ക് എനിക്ക് കിട്ടിയേ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് മാളുമായിട്ടിരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. പിന്നെ നമുക്ക് പ്രേക്ഷകരോടൊരു കാര്യം പറയണ്ടേ. കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമ ഈ വരുന്ന 31-ന് തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും കാണണം, ജയിപ്പിക്കണം. മോളോടൊപ്പം ഇരുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ. എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ചെറിയൊരു കുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. വളരെ കൗതുകത്തോടു കൂടി. ശരിക്കും പറഞ്ഞൊരു ഇൻ്റർവ്യൂ അല്ല, അവളുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് കുറച്ച് ഉത്തരങ്ങൾ അതേ രീതിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവൾ നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് ചോദ്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ കാണിച്ചേക്കട്ടെ. ഈ നമ്മുടെ ഷാജി പാപ്പന്റെ കല്യാണത്തിന് എന്താ വരാഞ്ഞ്? ഷാജി പാപ്പൻ്റെ കല്യാണം അതിൻ്റെ അന്നത്തെ ദിവസം ചേട്ടൻ കോട്ടയത്ത് ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഷാജി പാപ്പൻ്റെ കല്യാണത്തിന് വരാൻ പറ്റാഞ്ഞത്. എന്തായാലും ഷാജി പാപ്പന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന കാര്യത്തിൽ. ഓൾ ദ ബെസ്റ്റ് ഷാജി പാപ്പൻ. പോരെ. അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സിനിമയ്ക്ക് അടിപൊളിയായി ചെയ്യട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സന്തോഷം. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞു. ബൈ ഫ്രം മാജിക് പോട്ട് വിത്ത് മാളൂട്ടി. ബൈ പറഞ്ഞോ വക്ര ചേട്ടാ. ബൈ.